ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് തയ്യാറാക്കാം. സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയത്. അതുപോലെ ഹോം ബേക്കേഴ്സിന് ആവശ്യമായ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 1.5 കിലോ തൂക്കം വരുന്നൊരു കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 225 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ട് 3 വട്ടം നന്നായിട്ട് ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. എയർ കയറിയിട്ട് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുമ്പോൾ കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ആയിട്ട് കിട്ടും. നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേക്കിന്. പിന്നെ സിനമൺ പൗഡർ ചേർത്താൽ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവുകയുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ കേക്കിലേക്ക് ചേർക്കാനായിട്ട് 200 ഗ്രാം പഞ്ചസാര, 60 ml സൺഫ്ലവർ ഓയിൽ, പിന്നെ 90 ml ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോഫി പൗഡർ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. 1.5 കിലോ കേക്കിന് ആവശ്യമായ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 6 എണ്ണം എടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കപ്പ് അളവിലും ഗ്രാം അളവിലും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയുടെ മിക്സ് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. ഇങ്ങനെ വിട്ട് വീഴുന്ന ആ ഒരു പരുവത്തിൽ എടുക്കണം. ആ ഒരു പരുവത്തിലാവുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കേക്ക് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിലുള്ള കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ഐസ്ക്രീം ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഐസ്ക്രീം എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട, ഒരു 2-3 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കേക്ക് തയ്യാറാക്കുമ്പോൾ ബട്ടർ എസൻസും മിൽക്ക് എസൻസും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ മിൽക്ക് എസൻസിന് പകരമായിട്ട് ഐസ്ക്രീം എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീമിൻ്റെ. ഇനി ഇതൊന്ന് പാലിലേക്ക് നന്നായിട്ട് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ്ഗിൻ്റെ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എസൻസൊക്കെ പെട്ടെന്ന് തന്നെ പാലിലോട്ട് മിക്സായിട്ട് വന്നോളും. ഇനി എഗ്ഗിൻ്റെ മിക്സിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ഈ ഒരു പാലിൻ്റെ മിക്സും ആൾട്ടർനേറ്റീവായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എഗ് മിക്സ് താഴ്ന്നു പോയിട്ട് കേക്ക് കട്ടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എഗ് മിക്സിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ലാസ്റ്റ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു കപ്പ് എഗ് മിക്സ് ചേർത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പും എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് 2 കേക്ക് ടിന്നിലോട്ടാക്കിയിട്ടാണ്. ഒരെണ്ണം 7 ഇഞ്ചിൻ്റെയും ഒരെണ്ണം 6 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഇതിനേക്കാളും ഹൈറ്റുള്ള ബേക്കിംഗ് ടിന്നാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. എൻ്റെ അതിപ്പോൾ അധികം ഹൈറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിലാക്കിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ബേക്കിംഗ് ടിന്ന് 1 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എയർ ബബിൾസൊക്കെ പോകാനായിട്ടും കേക്കിൻ്റെ മുകളിൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രാക്സ് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് 165 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, വേറെ ക്രാക്സ് ഒന്നും വീണിട്ടില്ല. ഇനി ഇതൊന്നും നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് അളവിൽ കാഷ്നട്ടും കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെന്നുണ്ടെങ്കിൽ, കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ ഫില്ലിങ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടും, അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡേഴ്സ് കൂടുതൽ കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ഈ കേക്കിൻ്റെ ലെയറിൽ ഫില്ലിങ് ചെയ്യുമ്പോൾ നമുക്ക് പല വെറൈറ്റീസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നട്ട്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിനോട് ചേർന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് നട്ട്സ് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ഏത് കേക്കാണ് തയ്യാറാക്കുന്നത് അത് നമ്മൾ ഐഡിയാസ് അനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ കാഷ്നട്ടും ബദാമും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം പ്രാലയും തയ്യാറാക്കാനായിട്ട്. ബാക്കി നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ചെറിയ ജാറ് വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാൻ, എന്നാലേ നന്നായിട്ട് പൊടിഞ്ഞ് വരുള്ളൂ. ഈ ഒരു രീതിയിൽ നല്ല കട്ടയാവുന്നത് വരെ പൊടിച്ചെടുക്കണം. എണ്ണയൊക്കെ തിരിഞ്ഞ് വരില്ലേ, ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ന്യൂട്ടല്ലയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് ആയാലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി അടിച്ചെടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് പ്രാലയും തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്നട്ടും ബദാമുമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കരിഞ്ഞു പോവണ്ട. നമ്മൾ പ്ലം കേക്കിനൊക്കെ തയ്യാറാക്കുന്നത് അത്രയൊന്നും കരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ടിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് സാധാരണ ഷുഗർ സിറപ്പിന് പകരമായിട്ട് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. 5 രൂപയുടെ ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്താലേ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മളിതൊരു ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൽ മധുരം കൂടിക്കഴിഞ്ഞാൽ നല്ല മട്ടിപ്പാവും. അപ്പോൾ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 നുള്ള് സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റാം തണുക്കാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനിപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ഒരു ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലെയറിൽ സെറ്റ് ചെയ്യാനുള്ള ക്രീമിലേക്ക് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മീതേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രാലയിനൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഡാർക്ക് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്ത ഒരു കയ്പ്പ് ചൊവ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
5 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1650 ഗ്രാം വരും. കാരണം ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് വിത്ത് ചോക്ലേറ്റ് ഓവർലോഡാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്പാനിഷ് ഡിലൈറ്റ് മാത്രമായിട്ട് ചെയ്യാം. ഈ കേക്കിൻ്റെ ലെയറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഫില്ലിങ് വെച്ചിട്ടുള്ള ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് നോർമൽ ബൂസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത ഒരു ക്രീമുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷാർപ്പ് എഡ്ജാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗണേഷൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 50 ml വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു ചൂടോടുകൂടി ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായ കേക്കിൻ്റെ മീതേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രീമൊക്കെ മെൽറ്റായിട്ട് പോകും. ആദ്യം തന്നെ നടുക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡിലും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് ഡ്രിപ്പായിട്ട് വന്നോളും. ലാസ്റ്റ് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മഞ്ചും പിന്നെ അതുപോലെ ഓറിയോയൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ ഈ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. ലാസ്റ്റായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് കുറച്ച് നാരങ്ങനീര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് വിത്ത് ചോക്ലേറ്റ് ഓവർലോഡ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കേക്ക് വീഡിയോ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അതുപോലെ തന്നെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്